ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്നതെന്ന് പറയുമ്പോൾ റെഡ്മി നോട്ട് 11 എന്ന് പറഞ്ഞൊരു മോഡലാണ്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുമ്പം ഫോൺ ഡെഡാണ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഫോൺ കൂടാണ്. അപ്പം അവൻ ഇതേപോലെ ഓൾറെഡി 2-3 ഷോപ്പിൽ കാണിച്ചായിരുന്നു. അപ്പോൾ അവിടുന്ന് ഇത് റെഡിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് റിട്ടേൺ കൊടുത്തൊരു സെറ്റ് കൂടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചത് എങ്ങനെ കംപ്ലയിൻ്റ് ആയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു ദിവസം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നേരം ഫോൺ ഓവറായിട്ട് ഹീറ്റായിട്ട് ഡെഡായിട്ട് ഓഫായിട്ട് പോയതാണ്. പിന്നെ ഇത് ഓൺ ആവുന്നില്ലെന്ന്. അപ്പോൾ നമ്മളിതുപോലെ ചെക്ക് ചെയ്തൊക്കെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ബോർഡ് ലീക്കേജാണ് കാണിക്കുന്നത്. സെറ്റ് ഓൺ ആവുന്നുമില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ഫോൺ റിമൂവ് ചെയ്ത് നമ്മുടെ ബോർഡ് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് പി എ അല്ല, നമ്മുടെ ആൻറ്റിന സ്വിച്ചും അതേപോലെ തന്നെ ഓഡിയോ ഐ സി ഒന്നും ഇതിനകത്തില്ല. അപ്പോൾ അതെല്ലാം ഓൾറെഡി അവർ, എനിക്ക് തോന്നുന്നു ബോർഡ് ഷോർട്ട് ലീക്കേജ് കണ്ടുപിടിക്കാൻ വേണ്ടി റിമൂവ് ചെയ്ത് മാറ്റിയതായിരിക്കാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കുന്നതിനേക്കാളും നല്ലതെന്ന് പറയുമ്പം ഈ ബോർഡ് സ്വാപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. കാരണം നമ്മൾ ഇത് റെഡിയാക്കി കൊടുത്താലും, ഇൻ കേസ് റെഡിയാക്കി കൊടുത്താലും വീണ്ടും റിട്ടേൺ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതേപോലെ സ്വാപ്പ് ചെയ്യുന്ന കാര്യം അവനോട് പറഞ്ഞപ്പം അവൻ പറഞ്ഞു ഓക്കെ എന്നാൽ ചെയ്തോ, കുഴപ്പമില്ല. കാരണം ഇത് റെഡിയാക്കി എടുത്താലും ഒരു കൂടിപ്പോയ ഒരു 3-4 മാസം കഴിയുമ്പോൾ എന്തെങ്കിലും നെറ്റ്വർക്ക് എററോ ഓഡിയോ എററോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് വരും. അത് മാത്രമല്ല ഈ ഫോണിൽ ഓൾറെഡി അവന്മാർ CPU റീബോൾ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് CPUവിനും അതേപോലെ തന്നെ eMMCക്കും ഡാമേജ് വന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഇതിനകത്തുള്ള ഡാറ്റ റിക്കവർ ചെയ്തെടുക്കാനും അതുപോലെ തന്നെ അവർ സോഫ്റ്റ്വെയർ ചെയ്യാൻ ചാൻസ് ഇല്ല. കാരണം അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വഴിക്ക് ഫോൺ ഓഫായി പോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ സോഫ്റ്റ്വെയർ ചെയ്യാൻ ചാൻസ് ഇല്ല. കാരണം ഫോൺ ഓൾറെഡി ഷോർട്ടാണല്ലോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡാറ്റ റിക്കവർ എടുക്കാൻ പറ്റുമെന്ന് തന്നെ നമുക്ക് ഏകദേശം ഉറപ്പാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാമെന്ന് പറയുമ്പോൾ ഈ ബോർഡിനകത്തുനിന്ന് ഇതിനകത്തുള്ള നമ്മുടെ eMMCയും അതേപോലെ തന്നെ CPU സേഫായിട്ട് റിമൂവ് ചെയ്ത് എടുക്കുക. അപ്പോൾ ബോർഡിന് എന്തെങ്കിലും ഡാമേജ് വന്നാലും ഇഷ്യൂ ഇല്ല. മാക്സിമം നമ്മൾ നമ്മുടെ CPU eMMCക്കും ഡാമേജ് വരാത്ത രീതിയിൽ റിമൂവ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ മദർ ബോർഡ് നേരെ PCB സ്റ്റാൻഡിൽ വെച്ചിട്ട് നമ്മൾ നമ്മുടെ eMMCയുടെയും CPUവിൻ്റെയും ചുറ്റും കുറച്ച് ഫ്ലെക്സ് ആക്കിയതിന് ശേഷം ബ്ലോവറിൽ, ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലോവർ എന്ന് പറയുമ്പം ക്യുക്ക് 861DW ആണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ കാലിബ്രേഷനൊക്കെ ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ 320 നമ്മുടെ eMMCയുടെയും അതുപോലെ തന്നെ ഇതിൽ eMMC ആണെന്ന് തോന്നുന്നു വരുന്നത്. ഓക്കെ, eMMCയുടെയും CPUവിൻ്റെയും സൈഡിലായിട്ട് ഇതേപോലെ ഫ്ലെക്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ 4 സൈഡിലും ഫ്ലെക്സ് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ 320 ഇപ്പോൾ നമ്മൾ ഹീറ്റ് ഇട്ടേക്കുന്നത്. എയർ വന്നിട്ട് 50 കേട്ടോ, 50 അല്ല 55, സോറി 55 നമ്മൾ ഇതേപോലെ ഹീറ്റ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു ബോർഡിനകത്ത് എന്ന് പറയുമ്പം വരുന്നതെന്ന് പറയുമ്പം GeM-IC അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റിസ്ക് ഇല്ലയെന്നല്ല, റിസ്ക് കുറവാണ്. മാക്സിമം നമുക്ക് ബോർഡ് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഈ ബോർഡല്ല, നമുക്ക് സ്വാപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നമുക്ക് ഉറപ്പാണ്. കാരണം ടൈമും അതുപോലെ തന്നെ റിസ്ക്കും കുറവാണ് GeM-IC അപേക്ഷിച്ച്. അപ്പോൾ നമ്മളിതുപോലെ ബ്ലോവറിൽ 320 ഇട്ടതിന് ശേഷം നമ്മൾ CPUവിൻ്റെ ചുറ്റും ഇതേപോലെ ഹീറ്റ് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഈ ഒരു ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ബോർഡ് ഒന്ന് പ്രീ ഹീറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ 320 അതുപോലെ തന്നെ എയർ 55 ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഹീറ്റ് ജസ്റ്റ് അടിച്ചതിന് ശേഷം ഞാൻ നേരെ നമ്മൾ ബ്ലോവറിനകത്ത് നിന്ന് ഹീറ്റ് മാറ്റി നേരെ 350 ആക്കി. അതിന് ശേഷം നമ്മൾ ഇതേപോലെ ഈ സ്ക്രാപ്പർ വെച്ചിട്ട് ഈ CPUവിൻ്റെ സൈഡിലുള്ള കമ്പോണൻസ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ജസ്റ്റ് അനക്കി നോക്കുക മെൽറ്റ് ആയിട്ടുണ്ടോ എന്ന്. അപ്പം നമുക്ക് എന്തായാലും ആ സൈഡിലുള്ള കമ്പോണൻസ് മെൽറ്റ് ആകുമ്പോൾ നമുക്ക് ഉറപ്പിക്കാം എന്തായാലും CPUവിൻ്റെ ഉള്ളിലുള്ള ബോൾസും മെൽറ്റായി കാണുമെന്ന്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇനിയിപ്പോൾ നമ്മൾ നേരെ CPU മാത്രം ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. കാരണം നമ്മൾ ഈ CPU ഫസ്റ്റ് റിമൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ ഈ CPUവിനകത്ത് തന്നെ, അതായത് ഒരു സ്ഥലത്ത് തന്നെ ഹീറ്റ് അടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ IC ഡാമേജ് ആയി പോകും. അപ്പോൾ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് അടിച്ചുകൊണ്ടിരുന്നിട്ട് നമ്മൾ നൈസ് നമ്മുടെ സ്ക്രാപ്പർ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം അത് മെൽറ്റ് ആയിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇത് വർക്ക് ചെയ്യുന്നിടത്ത് ഫാനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ബ്ലോവറിനകത്തുള്ള ഹീറ്റൊക്കെ കറക്റ്റാണോ ഔട്ട് വരുന്നതെന്നൊക്കെ ഇട്ട് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഇതേപോലെ റിമൂവ് ചെയ്യാൻ നോക്കുക. കാരണം 350 ഇടുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് ഈ IC മെൽറ്റായിട്ട് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇൻ കേസ് നിങ്ങളിത് ചെയ്ത് നോക്കുകയാണെങ്കിൽ പോലും ആ ബ്ലോവറിനകത്ത് ഇപ്പം നിങ്ങൾ 350 ഇട്ടിട്ട് ചിലപ്പോൾ ഔട്ട് വരുന്നത് ഒന്നെങ്കിൽ 380 വല്ലതും എന്നുണ്ടെങ്കിൽ IC ഡാമേജ് ആയി പോവുകയും ചെയ്യും. അത് മാത്രമല്ല ഇൻ കേസ് കുറവാണെന്നുണ്ടെങ്കിൽ CPUവിനകത്തുള്ള പ്രിൻ്റ് ഡാമേജ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു 350 360 ഹീറ്റ് 360 വരെ പോയാലും വലിയ സീനില്ല. പക്ഷേ ചില മോഡൽ CPU എന്ന് പറയുമ്പോൾ നമ്മൾ 380 ഇട്ടാലേ റിമൂവായി വരത്തതേ ഉള്ളൂ. ഈ വിവോയുടെയൊക്കെ ചില മോഡലുണ്ട്, നല്ല ഹാർഡ് ഇതായിരിക്കും. ഇപ്പോൾ എന്തുകൊണ്ട് നമ്മളിതുപോലെ ബോർഡ് ഫുള്ള് ഹീറ്റ് അടിച്ചതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈസി ആയിട്ട് ജസ്റ്റ് നമ്മൾ ആ കോർണറിലെല്ലാം പെയ്യെ സ്ക്രാപ്പർ കയറ്റി നോക്കുമ്പോഴത്തേക്കും പെയ്യെ അതിൻ്റെ അകത്തോട്ട് കയറുന്നതിൻ്റെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഒരു സൈഡ് മാത്രം കുത്തിപ്പൊക്കാൻ നിൽക്കില്ല, ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഇതേപോലെ തന്നെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതേപോലെ CPU ഈസി ആയിട്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റി. ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ eMMCയിലോട്ട് ഇതേപോലെ ഹീറ്റ് അടിച്ച് നോക്കുക.
ഹീറ്റ് അടിച്ച് നോക്കാനല്ല, ഇതുപോലെ ഹീറ്റ് നമ്മൾ മറ്റേ ചെയ്ത പോലെ തന്നെ. ഇപ്പോൾ ഇതിങ്ങ് പ്രീ ഹീറ്റ് ആയി ഓൾറെഡി ബോർഡ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് 350 തന്നെ നേരെ EMCയിലും റൗണ്ടായിട്ട്, കാരണം എല്ലാ ബോളും മെൽറ്റ് ആവണമെങ്കിൽ മാത്രമേ നമുക്ക് കണ്ടുണ്ടോ ഇതേപോലെ റിമൂവ് ആയി കിട്ടത്തുള്ളൂ. എന്തായാലും നമ്മൾ 2 ഐസിയും സേഫായിട്ട് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ പഴയ ബോർഡിൻ്റെ ആവശ്യമില്ല. ഇനിയിപ്പോൾ നമുക്കെന്ന് പറയുമ്പം ഈ ഒരു IC, അതായത് എന്താ പറയുക, സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോർഡാണ് ആവശ്യം. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വാപ്പിംഗ് ബോർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്വാപ്പിംഗ് ബോർഡെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് അവർ കൊടുക്കുന്നത് തന്നെ സ്വാപ്പിംഗ് ചാൻസ് യുവർ ലക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സത്യത്തിൽ ഇത് സ്ക്രാപ്പ് ബോർഡാണ്. ഫസ്റ്റ് ക്വാളിറ്റി വരുന്ന സ്ക്രാപ്പ് ബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് EMMC മാത്രം റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കും. ബാക്കിയെല്ലാം പക്കയായിട്ട്, അതായത് അതിനകത്ത് വരുന്ന ഷീൽഡും കാര്യങ്ങളും ഒക്കെ പക്കയായിട്ട് കാണും. അപ്പോൾ ഈ ബോർഡ് എന്താ പറയുക, 5 പീസൊക്കെ ആയിട്ടേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ 5 പീസായിട്ട് നമ്മൾ എടുക്കുമ്പോഴത്തേക്കും അതിൽ എങ്ങനെ പോലും 2 ബോർഡെങ്കിലും വർക്കിംഗ് ആയിട്ടുള്ളത് കാണും. അപ്പോൾ ഞാൻ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നമ്മൾക്ക് കിട്ടിയതിൽ 4 ബോർഡും വർക്കിംഗ് ആയിട്ടുള്ളതാണ്. ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഡാമേജ് ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം 4 ഫുള്ള് വർക്കിംഗ് ആണ്. അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ ഒരു നമ്മൾ ഈ കൊണ്ടുവന്ന ഈ ഒരു സ്വാപ്പിംഗ് ബോർഡില്ലേ, അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ സബ് ബോർഡിൽ നിന്ന് സ്ട്രിപ്പ് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ PC USB കേബിൾ വഴി നമ്മൾ നേരെ ചാർജ് പോർട്ടിൽ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ബാറ്ററി കാര്യങ്ങളൊന്നും ഇത് വെക്കണമെന്നില്ല. ജസ്റ്റ് ഡയറക്റ്റ് നമ്മൾ സബ് ബോർഡിൽ നിന്ന് ഒരു സ്ട്രിപ്പ് മാത്രം ഈ സ്വാപ്പിംഗ് ബോർഡിൽ കണക്ട് ചെയ്തിട്ട് നമ്മൾ USB കേബിൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും PCയിൽ ഡിവൈസ് മാനേജർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു 1, 2, 3 സെക്കൻഡ്, മാക്സിമം 3 സെക്കൻഡിനുള്ളിൽ ഇതേപോലെ പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ, പോർട്ട് ആൻഡ് COM എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഇതേപോലെ വരും. അത് നമുക്ക് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോഴത്തേക്കും കോൾക്കം 9008 എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോർട്ട് വരും. അപ്പോൾ ഈ പോർട്ട് വരുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ICയും അതേപോലെ തന്നെ CPU തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ്, അതായത് വോൾട്ടേജും കാര്യങ്ങളും എല്ലാം പ്രോപ്പറായിട്ട് എത്തുന്നതുകൊണ്ടാണ് ഈ ഒരു പോർട്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഇനേബിൾ ആയിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഈ ഒരു പവർ ICയും CPUവും ഓക്കെ ആണെന്ന്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു CPU കൊണ്ട് നമുക്ക് ഉപകാരമില്ല. ഈ സ്വാപ്പ് ചെയ്യുമ്പോഴത്തേക്കെന്ന് പറയുമ്പോഴത്തേക്കും അത് ഞാൻ പ്രത്യേകിച്ച് പറയാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ഫോണുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇതേപോലെ EMCക്ക് കംപ്ലൈൻ്റ് ഇല്ല, CPU മാത്രമേ പോയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ CPU ആയിട്ട് ചേഞ്ച് ചെയ്തിട്ട് ഇടാൻ പറ്റും. ചെയ്താലും നമുക്ക് ഡാറ്റ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ തന്നെ വാട്സാപ്പിൽ തന്നെ ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ചില ചാറ്റ് എടുക്കുമ്പോൾ തന്നെ കാണിക്കും എൻഡ് ടു എൻക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. എന്താണ് എൻഡ് ടു എൻക്രിപ്ഷൻ എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഇമേജ് എടുക്കുക. ആ ഇമേജ് എടുത്തു കഴിഞ്ഞാൽ അത് ഒരു കോഡായിട്ടായിരിക്കും നമ്മുടെ മെമ്മറിയിൽ സേവ് ആവുന്നത്. ഇപ്പം എക്സാമ്പിൾ പറയുന്നത്, ഇപ്പോൾ ഞാൻ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് സേവ് ആവുന്നതെന്ന് പറയുമ്പോൾ 010101, അതിനെന്തൊരു പേര് പറയാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ അങ്ങനെ ആയിരിക്കും ആ ഒരു മെമ്മറിയിലോട്ട് അത് സേവ് ആവുന്നത്. അപ്പോൾ ഈ ഒരു സാധനം ഡീക്രിപ്റ്റ്, ഇപ്പോൾ ഈ 0101 ഞാൻ പറഞ്ഞില്ലേ, ഇത് തിരിച്ച് ഇപ്പോൾ ഞാൻ ഫോട്ടോയാണോ എന്താണോ ഉദ്ദേശിച്ചത് അതെന്താണെന്ന് നമുക്ക് തിരിച്ച് നമ്മളെ ആ ഒരു ഡിസ്പ്ലേ തെളിഞ്ഞ് വരത്തില്ലയോ. ഇത് ഡീകോഡ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഫോണിനകത്തുള്ള ആ ഒരു CPUവിന് മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ടെക്നോളജി വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് അങ്ങനെ പറ്റത്തുള്ളൂ. ഈ ഒരു ആൻഡ്രോയിഡ് വെർഷൻ 5ന് മേലോട്ടുള്ള എല്ലാ ഫോണിലും അങ്ങനെ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതായത് ഈ സ്ക്രാപ്പ് ബോർഡിനകത്തുള്ള ഓൾഡ് CPU വെച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമില്ല. അപ്പോൾ വേറൊരു EMMC ഉണ്ടെങ്കിൽ നമുക്ക് വേണേൽ സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്തിട്ട് നമുക്ക് വേണേൽ അതിന് ഇത് ഫിറ്റ് ചെയ്ത് ഈ ബോർഡ് പക്കയാക്കി എടുക്കാൻ പറ്റും. പക്ഷേ ഡാറ്റ കിട്ടത്തില്ല. ഈ ഡാറ്റ റിക്കവർ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ആ പഴയ ബോർഡിനകത്തുള്ള EMMCയും CPUവും ഡാമേജ് ഒന്നും ആവാതെ കിട്ടണം. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തുള്ള ഈ ഒരു പഴയ CPU ആവശ്യമില്ല. അപ്പോൾ നമ്മളത് റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നമുക്ക് ബോർഡ് ക്ലീൻ ചെയ്തെടുക്കണം. ഇതാണ് നമ്മുടെ സ്വാപ്പിംഗ് ബോർഡ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇതിനകത്തുള്ള നമ്മൾ ആ ഒരു CPUയും അതേപോലെ തന്നെ EMMCയും ഈ 2 സാധനം ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ അത്രയും ഭാഗം നമുക്ക് തിരിച്ച് റീഫിക്സ് ചെയ്യണ്ടായോ. അപ്പോൾ അതിന് പറ്റുന്ന അത്രയും നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം നമ്മൾ ഷീൽഡ് നമ്മുടെ ഗ്രൈൻഡർ യൂസ് ചെയ്ത് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രൈൻഡർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, കറക്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാൻ അറിയാമെന്നല്ലാതെ പഠിക്കാൻ എളുപ്പമേ ഉള്ളൂ. ജസ്റ്റ് കുറച്ച് സ്ക്രാപ്പ് ബോർഡിൽ ജസ്റ്റ് ഇതുപോലെ കട്ട് ചെയ്ത് നോക്കി നമുക്ക് പഠിക്കാം. അപ്പോൾ അതുപോലെ നമ്മൾ ഈ ഗ്രൈൻഡർ വെച്ച് കട്ട് ചെയ്യുമ്പോഴത്തേക്കും താഴെ വരെ അങ്ങ് മുട്ടിക്കാൻ നിൽക്കില്ല. ജസ്റ്റ് ഒരു മാർക്ക് പോലെ ഷെയ്ഡ് കൊടുത്താൽ മതി. ബാക്കി നമുക്ക് ഇതുപോലെ ഈ പ്ലെയർ വെച്ചിട്ട് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓവറായിട്ട് അത് വെച്ച് തന്നെ കട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ബോർഡിൻ്റെ അകത്തുള്ള ലെയറിനകത്തുള്ള പ്രിൻറ്റ് ഡാമേജ് ആയിപ്പോവും. പിന്നെ അത് ആയിക്കഴിഞ്ഞാൽ നമ്മളിപ്പം CPU ചെയ്തിട്ടാലും പിന്നെ സെറ്റ് ഓണാകത്തില്ല. ഓണായി വന്നാൽ തന്നെ ചിലപ്പോൾ മൈക്കോ ഇതോ സ്പീക്കറോ ഒന്നും വർക്ക് ചെയ്യാൻ ചാൻസ് കാണും. ചിലപ്പോൾ അതിൻ്റെ ഈ മദർ ബോർഡിനകത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇഷ്ടംപോലെ ലെയറായിട്ടായിരിക്കും, ചെറിയ ലൈനായിട്ടായിരിക്കും കണക്ഷൻസ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രൈൻഡർ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു പ്രിൻറ്റ് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് നമുക്ക് ഈ CPUയും EMMC റീഫിക്സ് ചെയ്യുന്ന രീതിയിൽ മാത്രം ഷീൽഡ് ജസ്റ്റ് ആ ഗ്രൈൻഡർ യൂസ് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ കട്ടർ യൂസ് ചെയ്തിട്ടാണ് ബാക്കി കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ CPU
320 അടിച്ച് ജസ്റ്റ് പ്രീ ഹീറ്റ് ചെയ്യുന്നതിന് ശേഷം നേരെ 350 ആക്കിയിട്ട് ബോർഡിന് മാക്സിമം ഡാമേജ് വരാത്ത രീതിയിൽ നമ്മൾ ആ ഒരു IC റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരെ കുറച്ച്, അതായത് ആ ബോർഡിനകത്തുള്ള ഓൾറെഡി ഉള്ള ആ ഒരു PPD ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു 138ൻ്റെ PPD യൂസ് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് സോൾഡറിങ് ആണ്. വീണ്ടും അതിൻ്റെ മണ്ടയിൽ കൂടെ ഇട്ട് ഇതേപോലെ ആ പഴയ ലെഡെല്ലാം നമ്മൾ റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ പ്രോപ്പറായിട്ട് വിക്ക് ചെയ്ത് നമ്മൾ ബോർഡ് കംപ്ലീറ്റ് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ CPU സെക്ഷൻ മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ EMMCയും ആ ഓൾറെഡി ഉള്ള പഴയ ഒരു ലെഡ് ഉണ്ടല്ലോ, അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ 130 ഇടുമ്പോഴത്തേക്കും അതിലുള്ള ആ ഒരു മെൽറ്റിംഗ് പോയിൻറ്റ് കൂടിയ ലെഡ് അതുമായിട്ട് മെർജായിട്ട് അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് കുറയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ സോൾഡറിങ് ആണ് വെച്ചിട്ട് വിക്ക് വെച്ച് യൂസ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും പ്രിൻ്റ് ഒന്നും ഡാമേജ് ആവാണ്ട് ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ അകത്തുള്ള ആ പഴയ ലെഡെല്ലാം കളഞ്ഞിട്ട് ക്ലീൻ ചെയ്ത് ബോർഡ് ഫ്രഷ് ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ 2 CPUവും അതുപോലെ തന്നെ EMMCയും ബോൾസ് എല്ലാം പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. മൈക്രോസ്കോപ്പിൻ്റെ ക്യാമറ വെച്ചിട്ടായിരുന്നു, ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായേനെ. അപ്പോൾ എന്തായാലും നമുക്ക് ക്യാമറ എങ്ങനെ ഒപ്പിക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ എന്തായാലും EMMCയും അതുപോലെ തന്നെ CPUവും പക്കയായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ഉപകാരപ്പെടുക, ഇല്ലെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവുക. നമ്മൾ കഴിഞ്ഞിട്ട വീഡിയോയ്ക്ക് 130-140 വ്യൂസ് കിട്ടിയിട്ടും ആകെ 7 ലൈക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും പോകുന്നില്ല, ജസ്റ്റ് ഒരു ലൈക്കല്ലേ, അത് ജസ്റ്റ് ലൈക്ക് ചെയ്തിട്ട് പോകും. അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ റിമൂവ് ചെയ്ത് വെച്ചിരുന്നത് നമ്മുടെ CPU ഇല്ലേ, അപ്പോൾ ആ ഒരു CPU ഇനി നമുക്ക് റീബോൾ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരെ നമ്മളെ EMMCയും എടുത്ത് നമ്മൾ നേരെ IC സ്റ്റാൻഡിൽ വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 138ൻ്റെ PPD അത് ജസ്റ്റ് അതിനകത്തുള്ള പഴയ ലെഡ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വിക്ക് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കാനും, അതേപോലെ തന്നെ പ്രിൻ്റുകൾ തമ്മിൽ ഷോർട്ട് ആവാതിരിക്കാനും, ആ പഴയുള്ള ഇതിൻ്റെ ആ ഒരു മെൽറ്റി പോയിൻറ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ 130 ലെഡ് യൂസ് ചെയ്ത് ജസ്റ്റ് മണ്ടയിലാക്കിയതിന് ശേഷം നമ്മൾ സോൾഡറിങ് ആണ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ മണ്ടയിൽ കൂടെ ഒന്ന് ഇങ്ങനെ തടവി, അത് അമർത്തി ഉരയ്ക്കല്ല, ജസ്റ്റ് തലോടി വിടുമ്പോഴത്തേക്കും ആ പഴയ ലെഡെല്ലാം മെൽറ്റ് മീൻസ് ഇതുമായിട്ട് മെർജായിട്ട് മെൽറ്റിംഗ് പോയിൻറ്റ് കുറയും. അതിനുശേഷം നമ്മൾ വിക്ക് യൂസ് ചെയ്തിട്ട് EMMC ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്, അതേപോലെ തന്നെ CPUയും ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. സോ അതിനായിട്ട് നമ്മൾ നേരെ ടിഷ്യൂ പേപ്പർ ഇതേപോലെ 4ആയിട്ട് മടക്കി അതിൻ്റെ മണ്ടയിലാണ് നമ്മൾ IC വെക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മണ്ട സ്റ്റെൻസിൽ വെക്കും. ഈ ടിഷ്യൂ പേപ്പർ വെക്കുന്നതിൻ്റെ ഉപയോഗം എന്ന് പറയുമ്പം നമ്മൾ നോർമലി ഇതേപോലെ ചെയ്യാന്നുണ്ടെങ്കിൽ സ്റ്റെൻസിൽ ഹീറ്റ് അടിക്കുമ്പോൾ സ്റ്റെൻസിൽ വളയാനും അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഇത് വന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ എയർ പോയിട്ട് ഈ ഒരു CPUൻ്റെ ബോൾസുകൾ തമ്മിൽ ഷോർട്ട് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ടിഷ്യൂ പേപ്പർ വെക്കുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് റീബോൾ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ടിഷ്യൂ പേപ്പർ 4ആയിട്ട് മടക്കിയിട്ട് അതിൻ്റെ മണ്ട IC വെച്ചിട്ട് നമ്മൾ സ്റ്റെൻസിലും വെച്ചിട്ട് നേരെ PPD അപ്ലൈ ചെയ്യുന്നു. എന്നിട്ടൊരു ക്ലോത്ത് വെച്ചിട്ട് ഈ PPD അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ജസ്റ്റ് ഡ്രൈ ചെയ്യണം. ഡ്രൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ, നമ്മൾ ജസ്റ്റ് കുറച്ച് PPD എടുക്കുമ്പോൾ കുറച്ച് ലിക്വിഡായിട്ടായിരിക്കും ഇരിക്കുന്നത്. അതൊരു ക്ലോത്തിൽ വെച്ചൊന്ന് ജസ്റ്റ് അമർത്തുമ്പോഴത്തേക്കും അത് ഡ്രൈ ആയിട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ ഇതേപോലെ സ്റ്റെൻസിലിൻ്റെ മണ്ടയിൽ ഇതേപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം റീബോൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റീബോൾ ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് ട്രൈ തന്നെ ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റ് റിമൂവ് ചെയ്ത് ബോഡി ഫിക്സ് ചെയ്യും. നമ്മൾ ചെയ്യാന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ റീബോൾ ചെയ്യുന്ന ടൈമിൽ ചില ബോൾസ് വലുതും ചിലത് ചെറുതുമായിട്ടിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫോണിൽ ഇട്ട് കഴിഞ്ഞാൽ സെറ്റ് ഓൺ ആവാതിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഓഡിയോ ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും ക്യാമറ അങ്ങനെയുള്ള കണക്ഷൻസിൽ വല്ലതും കണക്ഷൻസ് ബ്രേക്ക് ആവും. അതായത് CPUവും ബോർഡും തമ്മിൽ കണക്ഷൻ കിട്ടത്തില്ല. അതുകൊണ്ടാണ് ആ ഒരു കംപ്ലയിൻറ്റ് വരുന്നത്. അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുമ്പം നമ്മൾ ഈ സ്റ്റെൻസിൽ ഫസ്റ്റ് ടൈം PPD അപ്ലൈ ചെയ്തിട്ട് റീബോൾ ചെയ്യത്തില്ലയോ, ആ റീബോൾ ചെയ്ത് വരുന്ന ബോളിൻ്റെ മണ്ടയിൽ കൂടെ, അതായത് സ്റ്റെൻസിലിൻ്റെ മണ്ടയിൽ കൂടെ ഒരു ബ്ലേഡോ എന്തെങ്കിലും നൈഫോ എന്തെങ്കിലും യൂസ് ചെയ്ത് ഇങ്ങനെ മണ്ടയിൽ കൂടെ ഒന്ന് ചിരണ്ടി കൊടുക്കുമ്പോഴത്തേക്കും ഈ പൊങ്ങി നിൽക്കുന്ന ബോൾസ് എല്ലാം കട്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ടൈം കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ചില ബോൾസ് കട്ടാവും, ചിലത് കട്ടാവാതിരിക്കും. ഈ കട്ടാവാതിരിക്കുന്നത് ബോൾസ് എന്ന് പറയുമ്പോൾ ചെറിയ ബോൾസാണ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലായിടത്തിനും തല ഒരേപോലെ പോകണം. തല മീൻസ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയുമ്പം ഈ CPUവിനകത്തുനിന്ന് മേലോട്ട് നമ്മൾ ഇട്ട PPD ഇങ്ങനെ ബോൾസായിട്ട് പൊങ്ങി നിൽക്കത്തില്ലയോ, അപ്പോൾ അതിനാണ് നമ്മൾ ഈ തലയെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു തല എല്ലായിടത്തിലും ഒരേപോലെ കട്ടായിട്ട് വരണം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ചെയ്യുന്നത് പറയുമ്പോൾ ഫസ്റ്റ് ടൈം റീബോൾ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് കട്ടാവത്തില്ല, ചിലത് കട്ടാവും. അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ച് PPD എടുത്തിട്ട് പിന്നെ മണ്ടയിൽ കൂടെ, അതായത് സ്റ്റെൻസിലിൻ്റെ മണ്ടയിൽ കൂടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അപ്ലൈ ചെയ്തിട്ട് വീണ്ടും നമ്മൾ റീബോൾ ചെയ്ത്, അതായത് ഹീറ്റ് അടിച്ച് റീബോൾ ആക്കുന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ കട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും വീണ്ടും ചിലപ്പം 1, 2, 3 എണ്ണത്തിൻ്റെ കട്ടാവാൻ കാണും. അപ്പോൾ നമ്മൾ വീണ്ടും ഈ സംഭവം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എപ്പോഴാണോ നമുക്ക് ഈ കട്ട് ചെയ്യുമ്പോൾ എല്ലാ ബോൾസിൻ്റെയും തല ഒരേപോലെ പോകുന്നത്, ആ ടൈമിൽ നമ്മൾ നിർത്തിക്കണം. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ഒരു 3 തവണ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ സംഭവം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. 3 4 ചെയ്തപ്പോഴാണ് സെറ്റായിട്ട്, അതായത് എല്ലാത്തിൻ്റെയും തല മേലോട്ട് പൊങ്ങി നിൽക്കുന്ന തല ഈവണായിട്ട് ഒരേപോലെ കട്ടായിട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ PPD അപ്ലൈ ചെയ്യാതെ ജസ്റ്റ് ഹീറ്റ് അടിച്ച് റീബോൾ ആക്കി എടുത്തതിന് ശേഷം സ്റ്റെൻസിലിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുക. റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഫ്ലെക്സ് ഇട്ടിട്ട് IC ഹീറ്റ് അടിച്ച് റീബോൾ ആക്കി എടുക്കുന്നുണ്ട്.
സോ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുമ്പം CPU ഫിക്സ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു CPU മദർ ബോർഡില്ലേ, അപ്പോൾ അതിനകത്തോട്ട് കുറച്ച് റോസ്റ്റിംഗ് ഫ്ലെക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഈ റോസ്റ്റിംഗ് ഫ്ലെക്സ് എന്തിനാണ് ആക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ IC വെക്കുന്ന സമയത്ത് വെച്ചിട്ട് ഹീറ്റ് അടിക്കുന്ന ടൈമിൽ ഈ IC ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം റോസ്റ്റിംഗ് ഫ്ലെക്സ് ജസ്റ്റ് അതിൻ്റെ മണ്ടയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നേരെ കുറച്ച് ഹീറ്റ് അടിച്ചിട്ട് ഈ ICയുടെ പൊസിഷൻ ആദ്യം കറക്റ്റ് ചെയ്യുക. കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ ബ്ലോവറിൽ 350, നേരത്തെ നമ്മൾ 320 പ്രീ ഹീറ്റിന് വേണ്ടി ഇട്ടായിരുന്നു. നമ്മൾ ഈ IC ഫിക്സ് ചെയ്യുന്ന ടൈമിൽ പ്രീ ഹീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് 350ലും നമ്മൾ IC ഊരാൻ ഉപയോഗിച്ച അതേ എയറിൽ 55ലും നമ്മളാക്കിയതിന് ശേഷം ഈ IC ഇതേപോലെ ജസ്റ്റ് ഹീറ്റ് അടിച്ച് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഫ്ലെക്സ് കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും CPUൻ്റെ മണ്ടയിൽ ഇതേപോലെ ഹീറ്റ് അടിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈ CPUൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ബബിൾ പോലെ വരുന്നത് കാണാൻ പറ്റും. ഈ ടൈമിൽ നമ്മൾ ജസ്റ്റ് ട്യൂസർ വെച്ച് ICയുടെ സൈഡിലൊക്കെ തട്ടി നോക്കുമ്പോഴത്തേക്കും IC ജസ്റ്റ് ഇളകിയിട്ട് തിരിച്ച് റിട്ടേൺ വരുന്നതായിട്ട് കാണാൻ പറ്റും. ഈ ടൈമിൽ നമുക്ക് ഉറപ്പിക്കാം ICയും മദർ ബോർഡിലുള്ള കണക്ഷൻസ് തമ്മിൽ പ്രോപ്പറായിട്ട് കണക്ഷൻ ആയിട്ടുണ്ടെന്ന്. സോ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ബോർഡ് റിമൂവ് ചെയ്ത് സബ്ബോർഡിൻ്റെ സ്ട്രിപ്പ് കണക്ട് ചെയ്ത് നേരെ PC to USB കേബിൾ വഴി കണക്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നേരത്തെ കാണിച്ച പോലെ തന്നെ പോർട്ട് ഡിറ്റക്റ്റ് ആവും. അങ്ങനെ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത അതായത് CPUവും പവർ ICയും എല്ലാം പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്, കണക്ഷൻസ് എല്ലാം ഓക്കെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പം eMMC റീബോൾ എടുക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി കാണിച്ചാണ്, അതുകൊണ്ട് വീണ്ടും എടുത്ത് ബോറടിപ്പിക്കുന്നില്ല. ഡയറക്റ്റ് നമ്മൾ eMMC നേരത്തെ ചെയ്ത പോലെ തന്നെ PPD ഒക്കെ അപ്ലൈ ചെയ്ത് പ്രോപ്പറായിട്ട് റീബോൾ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മദർ ബോർഡിൽ ഇതുപോലെ റോസ്റ്റിംഗ് ഫ്ലെക്സ് ആക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ വിത്തൗട്ട് eMMCയിലാണ് നമ്മൾ ഈ സബ് ബോർഡ് കണക്ട് ചെയ്ത് പോർട്ട് എടുക്കുന്നുണ്ടല്ലോ നോക്കിയത്. ഇനി നമുക്ക് eMMC വെക്കണം. അപ്പോൾ അതിൻ്റെ നമ്മൾ നേരെ ചെയ്ത പോലെ തന്നെ ബോർഡിൽ കുറച്ച് റോസ്റ്റിംഗ് ഫ്ലെക്സ് ആക്കി കൊടുക്കുക. അതിൻ്റെ മണ്ടയിൽ IC വെക്കുക. ജസ്റ്റ് കുറച്ച് ചെറിയ ഹീറ്റ് അടിച്ചതിന് ശേഷം നമ്മൾ അലൈൻമെൻറ്റ് കറക്റ്റ് ആക്കിയതിന് ശേഷം പിന്നെ ഡയറക്റ്റ് 350 ആക്കിയിട്ട് കുറച്ച് ഒരു 5 സെക്കൻഡ് ഹീറ്റ് അടിച്ചതിന് ശേഷം കുറച്ച് ഫ്ലെക്സ് കൂടെ അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും ഹീറ്റ് അടിക്കുക. അപ്പോഴത്തേക്കും ഈ ICൻ്റെ അടിയിൽ നിന്ന് ഇതുപോലെ ചെറിയ പത പോലെ, അതായത് ചെറിയ ബബിൾസ് ഇങ്ങനെ വരുന്നത് കാണാം. ആ ടൈമിൽ നമ്മൾ ജസ്റ്റ് ട്യൂസറും കൂടി തട്ടി നോക്കുമ്പോഴത്തേക്കും ജസ്റ്റ് ഇളകിയിട്ട് തിരിച്ച് റിട്ടേൺ വരുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ബോർഡും അതുപോലെ തന്നെ ICയും തമ്മിൽ പ്രോപ്പറായിട്ട് കണക്റ്റ് ആയിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് ബോർഡ് ജസ്റ്റ് ഒന്ന് കൂൾ ചെയ്തെടുക്കാം. ഗൈസ്, ഇപ്പോൾ നമ്മൾ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ബാറ്ററിയും അതേപോലെ തന്നെ സബ് ബോർഡിലെ സ്ട്രിപ്പും കണക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് ചാർജർ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ചാർജർ കണക്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഓക്കെ ഗൈസ്, അപ്പോൾ MIയുടെ ലോഗോ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഫോൺ നമുക്ക് ഇനിയിപ്പോൾ ഇത് ഫുള്ളും സെറ്റ് ചെയ്തിട്ട് ക്യാമറയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇതിനകത്ത് തെർമൽ പേസ്റ്റ് കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട് CPUവിൻ്റെ eMMCയുടെ മണ്ടയിൽ. അപ്പോൾ ആ ഒരു വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ അത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഫോൺ ഫുള്ള് സെറ്റാക്കി എടുത്തതിന് ശേഷം എന്താ ഫൈനൽ റിസൾട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫോൺ ഫുള്ള് ഞാൻ ബാക്ക് പാനലും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഫോണൊന്ന് ഓണാക്കി എന്താ പറയുക, എല്ലാം തന്നെ ചെയ്ത വർക്ക് സക്സസ് ആണോ ഇല്ലെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഗൈസ്, അങ്ങനെ എന്തായാലും സെറ്റ് MI ലോഗോയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ള ബോർഡാണ് ഈ കാണുന്നത്. ഇത് ആദ്യം കിടന്നിരുന്ന മദർ ബോർഡാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് IC എടുത്ത് നമ്മൾ സ്വാപ്പ് ചെയ്തിട്ട് സംഭവം സക്സസ് ആയിട്ടുണ്ട്. ഓക്കെ, സെക്കൻഡ് ലോഗോയും വന്നിട്ടുണ്ട്. ഹൈപ്പർ വോയിസ് എന്നൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഗൈസ് ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ സെറ്റാൻ ഓൺ ആയിട്ടുണ്ട്. ചെറുക്കൻ്റെ പടമാണ് ഫ്രണ്ടിൽ കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ് ടച്ചും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കണം. എല്ലാം വർക്ക് ചെയ്യണം, ചെയ്യാതെ ഇവിടെ പോകാൻ. അപ്പോൾ ജസ്റ്റ് ക്യാമറ ഓപ്പൺ ചെയ്ത് ക്യാമറ വർക്കിംഗ് ആണോ ഇല്ലയോ, അതേപോലെ തന്നെ സൗണ്ട് കൂടെ ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ ക്യാമറ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഫോക്കസ് പോയോ. ഓക്കെ, ഫോക്കസ് ഗൈസ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും 1x വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് 0.6 നോക്കണം. 0.6x വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് 2x നോക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ ബാക്ക് ക്യാമറ ഫുള്ള് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് ക്യാമറ സ്വിച്ച് ചെയ്ത് നോക്കണം. ഫ്രണ്ട് ക്യാമറ നോക്കുമ്പോഴത്തേക്കും ഫ്രണ്ട് ക്യാമറ വർക്കിംഗ് ആണ്. അപ്പോൾ ഫ്രണ്ട് ക്യാമറ ഗ്ലാസ് ഫ്രണ്ട് പൊട്ടിയിരിക്കുന്നുണ്ട്, ക്ലാരിറ്റി കുറവായിട്ട് തോന്നുന്നത് നമുക്ക് കാണാം. ഫ്രണ്ട് ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത് നോക്കുകയാണെങ്കിൽ സൗണ്ട് കൂടെ ഉള്ള ചെക്ക് ചെയ്ത് നോക്കാൻ. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ഇതേപോലെ എന്തെങ്കിലും ഡാറ്റ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബോർഡ് നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇതേപോലെ സ്വാപ്പ് ചെയ്ത് റെഡിയാക്കാൻ ചെയ്യാം. ബോർഡ് കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ ചെയ്തു തരാം. അപ്പോൾ ഇതേപോലെ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളോട് കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള വീഡിയോസ് വേണമെങ്കിൽ അതുകൂടെ ഒന്ന് ജസ്റ്റ് മെൻഷൻ ചെയ്യുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ലൈക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് പോണേ. ബൈ.